السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കാരം കഴിഞ്ഞ് അവിടെ പള്ളിയിൽ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുന്ന വേളയിൽ ഒരാൾ വൈകി വന്ന് പള്ളിയിൽ പ്രവേശിക്കുകയാണ്. പള്ളിയിൽ പ്രവേശിച്ചതിൻ്റെ ശേഷം അദ്ദേഹം നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അരികിലൂടെ കടന്നു പോവുകയാണ്. സലാം ചൊല്ലി അള്ളാഹുവിൻ്റെ റസൂൽ സലാം മടക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഇർജിഅ് ഫസല്ലി ഫഇന്നക ലം തുസല്ലി. മടങ്ങിപ്പോകൂ, താങ്കൾ മടങ്ങിപ്പോകൂ, വീണ്ടും നമസ്കരിക്കൂ, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല, അഥവാ നിങ്ങളുടെ നിസ്കാരം ശരിയായിട്ടില്ല. ആ സഹാബി മടങ്ങിപ്പോയി. ആദ്യം നിസ്കരിച്ചതുപോലെ നിസ്കരിച്ചു. വീണ്ടും വന്നു, സലാം ചൊല്ലി. അള്ളാഹുവിൻ്റെ റസൂൽ സലാം മടക്കി വീണ്ടും പറഞ്ഞു, ഇർജിഅ്, മടങ്ങിപ്പോയി നിസ്കരിക്കൂ, നിങ്ങളുടെ നിസ്കാരം ശരിയായിട്ടില്ല. ഇത് 3 തവണ ആവർത്തിച്ചു. 3ാമത്തെ തവണയും ഇങ്ങനെ തന്നെ ആയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഈ സഹാബി ചോദിച്ചു, പ്രവാചകരെ, വല്ലദീ ബഅസക ബിൽ ഹഖ് മാ ഉഹ്സിനു ഗൈറഹു ഫഅല്ലിംനി. എനിക്കിതിലപ്പുറം നന്നാക്കി നമസ്കരിക്കുവാൻ ഞാൻ പഠിച്ചിട്ടില്ല, എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്ക് പഠിപ്പിച്ചു തരൂ, എന്താണ് എൻ്റെ നിസ്കാരത്തിൽ തകരാറ് ബാധിച്ചതെന്ന്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, ഇദാ ഖുംത ഇല സ്വലാത്തി ഫകബ്ബിർ. നീ നമസ്കാരത്തിന് നിന്നാൽ നീ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കൂ. സുമ്മ ഖറഅ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ. അങ്ങനെ ഫാത്തിഹ ഖുർആനോത്തിനെ സംബന്ധിച്ചു പറഞ്ഞു. സുമ്മ റകഅ ഹത്താ തത്മഇന്ന റാകിഅ. പിന്നെ നീ റുകൂഅ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? വളരെ സാവകാശം റുകൂഇൽ അടങ്ങി നിൽക്കുന്നത് വരെ നീ റുകൂഅ് ചെയ്യണം. സുമ്മ റഫഅ ഹത്താ തഅദില ഖായിമ. പിന്നെ നീ റുകൂഇൽ നിന്ന് ഉയർന്ന് നേരെ ചൊവ്വേ അടങ്ങി നിൽക്കണം. സുമ്മ സ്ജുദ് ഹത്താ തത്മഇന്ന സാജിദ. പിന്നീട് നീ സുജൂദ് ചെയ്യ്, ആ സുജൂദിൽ നീ അടങ്ങി കിടക്കണം. സുമ്മ റഫഅ ഹത്താ തത്മഇന്ന ജാലിസ. പിന്നെ നീ സുജൂദിൽ നിന്ന് ഉയർന്ന് ഇടയിൽ ഇരിക്കൂ, നീ വളരെ അടങ്ങി ശാന്തമായി ഇടയിൽ ഇരിക്കുന്നത് വരെ. വഫ്അൽ ദാലിക ഫീ സ്വലാതിക കുല്ലിഹാ. നിന്റെ നമസ്കാരങ്ങളിൽ മുഴുവൻ നീ ഇപ്രകാരം പ്രവർത്തിക്കണം. ഇത് സഹീഹുൽ ബുഖാരിയിലും അതുപോലെ തന്നെ നേരിയ വ്യത്യാസത്തോടുകൂടി സഹീഹ് മുസ്ലിമിലുമൊക്കെ ഈ സംഭവം കാണാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇതെന്തിനാണ് ഞാൻ എൻ്റെ ശ്രോതാക്കളുടെ മുമ്പിൽ പറയുന്നത്? ഇന്ന് സമൂഹത്തിൽ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും വളരെ ശ്രദ്ധ കുറഞ്ഞ ഒരു കാലഘട്ടമാണ് നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നത്. നിസ്കരിക്കുന്ന ആളുകൾ പലപ്പോഴും വളരെ സ്പീഡിൽ നിർവഹിക്കുന്നു. ഇവിടെ ഈ സഹാബിക്ക് ബാധിച്ച പ്രശ്നം എന്താണ്? അദ്ദേഹം 2 തവണയും നിസ്കരിച്ചിട്ടും 2-3 തവണ നിസ്കരിച്ചിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് എന്താ? പോയി മടക്കി നിസ്കരിച്ചു, പോയി മടക്കി നമസ്കരിക്കൂ, നിങ്ങളുടെ നിസ്കാരം ശരിയായിട്ടില്ല, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല എന്നാ പറയുന്നത്. അപ്പം എത്ര ഗൗരവമാണ്! എന്താണ് ഇവിടെ വിഷയം? ഇത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയാണ്, ആരായിരുന്നു ഈ സഹാബി? ഈ സഹാബി ഖല്ലാദ് ബിൻ റാഫിഅ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്. എന്താ അദ്ദേഹത്തിൻ്റെ പ്രശ്നം? ഫസല്ല മുതഅജ്ജിലൻ സ്വലാത്തഹു. ഇതാണ് പ്രശ്നം. അദ്ദേഹം നമസ്കാരത്തിൽ ഹൈ സ്പീഡിലാണ് നിർവഹിച്ചത്. വലം യത്മഇന്ന ഫീ ഖിയാമിഹി വറുകൂഇഹി വസുജൂദിഹി. അദ്ദേഹം റുകൂഇലോ നൃത്തത്തിലോ സുജൂദിലോ ഒന്നും തുമഇനീനത്ത് പാലിച്ചില്ല. എന്താ ഈ തുമഇനീനത്ത്? സഹോദരങ്ങളെ, ചെറുപ്പകാലം തൊട്ട് ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ബാലപാഠത്തിൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് നിസ്കാരത്തിൻ്റെ നിർബന്ധമായ റുക്നുകൾ, അതിൻ്റെ ഫർളുകൾ. അതിൽപ്പെട്ടതാണ് തുമഇനീനത്ത്. അടങ്ങിപ്പാർക്കണം, അഥവാ ശാന്തമായി നിസ്കരിക്കണം എന്നർത്ഥം. സ്പീഡ് പാടില്ല. പല ആളുകളും എന്ത് ചെയ്യും? കൈകെട്ടും. എത്രയോ ഹൈ സ്പീഡിൽ ഒരു നൃത്തം, ഹൈ സ്പീഡിൽ റുക്കൂയിലേക്ക് പോയില്ല. അപ്പോഴേക്ക് എഴുത്തിദാലിൽ ശരിക്ക് നിവർന്ന് ശാന്തമായി നിൽക്കാൻ നേരമില്ല. പെട്ടെന്ന് സുജൂദിലെത്തി. കോഴിക്കൊത്ത് നമസ്കാരം പോലെ എന്ന് പറയപ്പെടും പോലെ അവൻ ഹൈ സ്പീഡിൽ ഒരു സുജൂദ്, അധികം അവിടെ താമസിക്കുന്നില്ല, പെട്ടെന്ന് ഇരിക്കാൻ. ഇങ്ങനെ ഹൈ സ്പീഡിൽ നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇന്ന് സമൂഹത്തിലുണ്ട്. പലരും അത് അത്ര ഗൗരവമൊന്നും ഉണ്ടാവില്ല എന്നൊരു പക്ഷേ ധരിക്കുന്നുണ്ടാവാം. അതുകൊണ്ടാണ് ഇത് വളരെ സീരിയസ് ആണ്, ഈ പ്രശ്നം നിസ്സാരമല്ല എന്ന്
എല്ലാവരും ഗ്രഹിക്കാനാണ് ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞത്? നമസ്കാരത്തിൽ അതിൻ്റെതായ സക്കീനത്ത് വേണം. ശാന്തമായിട്ട് അടങ്ങിപ്പാർത്ത് നല്ല നിലക്ക് ഖുർആൻ ഓതി ദിക്റുകളും മറ്റു ദുആകളുമൊക്കെ വളരെ കൃത്യമായി പാലിച്ചുകൊണ്ട് നിർവഹിച്ചിട്ടില്ലെങ്കിൽ ആ നിസ്കാരത്തിന് സ്വീകാര്യതയുണ്ടാവുകയില്ല എന്നാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഫൈദാ റകഅത ഫജഅൽ റാഹതൈക അലാ റുക്ബതൈക. റുകൂഇ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നീ റുകൂഇ ചെയ്യുന്നതായാൽ നിന്റെ രണ്ട് ഉള്ളം കൈകളും ഈ രണ്ട് ഭാഗവും അലാ റുക്ബതൈക നിന്റെ രണ്ട് കാൽമുട്ടുകളിന്മേൽ നീ വെക്കണം. വംദുദു ലഹ്റക നിന്റെ മുതുകിനെ നീ ശരിക്ക് നീട്ടി അഥവാ ശരിയാവണ്ണം കുനിഞ്ഞു നിൽക്കണം. വമക്കിൻ ലിറുകൂഇക നിന്റെ റുകൂഇന് സൗകര്യപ്പെടുന്ന വിധത്തിൽ നീ എന്ത് ചെയ്യണം? നിന്റെ മുതുകിനെ വളച്ച് നേരെ നിൽക്കണം. ആ വിധത്തിൽ പിന്നീട് റുകൂഇൽ നിന്ന് നിന്റെ ശിരസ് നീ ഉയർത്തണം. ഹത്താ തഅ്തദില ഖായിമാ നേരെ ചൊവ്വേ നിൽക്കുന്ന രൂപത്തിൽ. സുമ്മസ്ജുദ് പിന്നീട് നീ സുജൂദ് ചെയ്യണം. എങ്ങനെ? ബിതംകീനിൽ ജബ്ഹതി മഅൽ അൻഫി നെറ്റി മൂക്കൊക്കെ തെരിക്ക് നിലത്ത് തട്ടി. വൽ യദൈനി ഇരു കൈകളും റുക്ബത്തൈനി രണ്ട് കാൽമുട്ടുകളും വഅത്റാഫി അസാബിഇൽ ഖദമൈനി അലൽ അർളി ഇരു പാദങ്ങളുടെയും വിരലുകളുടെ അറ്റങ്ങളും നിലത്ത് കൃത്യമായി. ഹത്താ തത്മഇന്ന സാജിദൻ നീ സുജൂദിൽ അങ്ങനെ അടങ്ങിക്കിടക്കണം. സുമ്മ റഫഅ റഅസക മിനസ് സുജൂദി വജ്ലിസ് ഹത്താ തത്മഇന്ന ജാലിസ പിന്നീട് സുജൂദിൽ നിന്ന് തല ഉയർത്തി ശരിയാവണ്ണം അടക്കത്തോടെ ശാന്തമായി നീ ഇടയിൽ ഇരിക്കണം, ഇരുത്തം തുടരണം. അങ്ങനെ നീ നമസ്കാരത്തിൽ എല്ലാം നിർവഹിക്കണം. എങ്കിലേ ആ നമസ്കാരത്തിന് സ്വീകാര്യത കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ നിസ്കരിച്ചിട്ടില്ല എന്നാ പറയുന്നത്. അദ്ദേഹത്തിനോട് അതിൻ്റെ ഗൗരവം സൂചിപ്പിക്കാനാണ്. എന്തിനാണ് ഇങ്ങനെ മൂന്നോട്ടൊക്കെ എന്നാൽ രണ്ടാമത്തെ ഓട്ടം പറഞ്ഞു കൊടുത്തുകൂടായിരുന്നോ? പണ്ഡിതന്മാരത് ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹം രണ്ടാമത്തെ ഓട്ടം ശരിയാക്കിക്കോളും, അല്ലെങ്കിൽ മൂന്നാമത്തെ ഓട്ടം ശരിയാക്കിക്കോളും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ ചിലപ്പോൾ മറന്നതാകും, അശ്രദ്ധ കൊണ്ടായിരിക്കും, എന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ മൂന്നാം തവണക്ക് ഇത് പറയാൻ കാത്തുവെച്ചത്. ഇനി അതല്ലെങ്കിൽ അതിൻ്റെ സീരിയസ് ഉൾക്കൊള്ളട്ടെ എന്ന നിലക്ക് തന്നെ ആയിരിക്കാം എന്നൊക്കെ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ നമസ്കാരങ്ങളെ നമ്മളൊരു പുനഃപരിശോധനയ്ക്ക് തയ്യാറാവണം. എത്ര സ്പീഡിലാണ് ഈ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്? വല്ല അടക്കവും ഒതുക്കവും ശാന്തതയും ഗാംഭീര്യതയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമസ്കരിക്കുന്നുണ്ടോ? നിസ്കാരത്തിലെ മോഷണമാണ് ഏറ്റവും വലിയ മോഷണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, അസ്വ ഉന്നാസി സരിഖ ജനങ്ങളിൽ ഏറ്റവും വലിയ മോഷണക്കാരൻ ആരാണ്? അല്ലദീ യസ്രിഖു മിൻ സ്വലാത്തിഹി തൻ്റെ നമസ്കാരത്തിൽ മോഷണം നടത്തുന്നവനാണ്. സഹാബത്ത് അത്ഭുതത്തോടെ ചോദിച്ചു, യാ റസൂലല്ലാഹ് വകൈഫ യസ്രിഖു മിൻ സ്വലാത്തിഹി ഒരാൾ എങ്ങനെയാണ് തൻ്റെ നമസ്കാരത്തിൽ നിന്ന് മോഷണം നടത്തുക? അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ലാ യുതിമ്മു റുകൂഅഹാ വലാ സുജൂദഹാ അവൻ അതിലെ റുകൂഅ് സുജൂദുകളൊന്നും കൃത്യമായി പൂർണ്ണമായ വിധത്തിൽ നിർവഹിക്കുന്നില്ല. ഔ ഖാല അല്ലെങ്കിൽ മറ്റു ചില റിപ്പോർട്ടുകളിൽ ഇപ്രകാരമാണ് കാണുന്നത്, ഇപ്രകാരമാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, ലാ യുഖീമു സുൽബഹു ഫിർ റുകൂഇ വസ്സുജൂദി അവൻ്റെ മുതുകിനെ അവൻ ശരിയാവണ്ണം വെക്കേണ്ട വിധത്തിൽ റുകൂഇലും സുജൂദിലുമൊന്നും അത് പ്രവർത്തിക്കുന്നില്ല. എന്തായിരുന്നാലും സുഹൃത്തുക്കളെ, അപ്പം ഏറ്റവും വലിയ ഒരു പാതകമായ നിലക്കാണല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ അത് വേണം. നമ്മുടെ റുകൂഉം സുജൂദും ഇടയിലിരുത്തവും നൃത്തവും എഴുത്തിദാലും ഒക്കെ വളരെ ക്ലിയറായ നിലക്ക് ശാന്തമായ നിലക്കാണോ നിർവഹിക്കുന്നത്? അതോ ഇത് ആർക്കാനും വേണ്ടി എന്തൊക്കെയോ മനസ്സിൽ കരുതി ഹൈസ്പീഡിൽ ഒരു ചടങ്ങ് നിർവഹിക്കും പോലെ ആയിത്തീരുന്നുണ്ടോ? എങ്കിൽ പരലോകത്ത് അതിന് നമുക്ക് പ്രതിഫലമില്ലാതെ പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ തുമഇനീനത്ത് എന്ന് പറയുന്ന നിസ്കാരത്തിലെ ഈ റുക്കിനെ, ഈ നിർബന്ധമായ ഈ ഫർള് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അത് മറ്റു കാര്യങ്ങളോടൊപ്പം ഇതുകൂടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ സ്വീകരിച്ച് പ്രതിഫലം ലഭിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗത്തിന് അവകാശികളായി തീരുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അപാകതകൾ റബ്ബ് അവൻ്റെ പ്രത്യേക കാരുണ്യം മുഖേന
പുറത്തു തരുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.